ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കായും ചേമ്പും ഒരു കപ്പയൊക്കെ വീട്ടിലിരുന്നത് വെച്ച് നാട്ടിലൊക്കെ വെക്കുന്ന കൂട്ടൊരു അസ്ത്രം പോലത്തെ കൂട്ടാൻ വയ്ക്കുകയാണ്. അതിനായിട്ട് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു കപ്പയുള്ളത് അരിഞ്ഞ് ഫസ്റ്റ് നമ്മൾ തിളപ്പിച്ച് അതൊന്ന് ഊറ്റിക്കളയുക. അതിൻ്റെ ഒരു കട്ട് മാറാൻ വേണ്ടി ഊറ്റിക്കളഞ്ഞിട്ട് കപ്പ ഇതിൽ ചേർത്തിട്ടുണ്ട് വേവിച്ച്. പിന്നെ ഒരു 4-5 ചേമ്പ്, ചെറിയ ചേമ്പും വിത്ത്, ഒരു 1.5 സവാള, ഒരു 3 തക്കാളി, 2-3 പച്ചമുളക്, ഇത്രയും ചേർത്ത് ഒരു അരപ്പാത്രം വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം, ആവശ്യത്തിന് വെള്ളമായി പോകരുത്, വെള്ളം ചേർത്ത് നമ്മൾ കുക്കറിനകത്ത് മറ്റേ കറിച്ചട്ടിയിൽ വേവിക്കുന്നതാണ് നല്ലത്. ഞാൻ കുക്കർ പെട്ടെന്ന് റെഡിയാക്കുന്നതുകൊണ്ട് കുക്കറിൽ വെച്ച് ഒരു സ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഒരു വിസിൽ മതി. ഒരു വിസിലിൽ വേവും. അപ്പം അതിനായിട്ട് നമ്മൾ കുക്കറടച്ചു. ഒരു വിസിലിൽ നിന്ന് തേങ്ങ, അങ്ങനത്തെ കടയിൽ നിന്ന് വാങ്ങിച്ച തേങ്ങയാണ്. അപ്പോൾ തേങ്ങ നമ്മൾ തിരിങ്ങി മിക്സർ ജാറിൽ തേങ്ങ, സവോള, ഒരു അര സവോള, ഒരു 2 വെളുത്തുള്ളി പീസ്, വെളുത്തുള്ളി അല്ലി, ഇതിനകത്തൊക്കെ പച്ചമുളക്, ജീരകം, പച്ചമുളക്, ചെറിയ ഉള്ളി ഇല്ല, ചെറിയ ഉള്ളി തീർന്നു പോയായിരുന്നു, അതുകൊണ്ട് ഞാൻ സവോളയാണ് ഇതിനകത്തെടുത്തേക്കും. 2-3 പച്ചമുളക്. എരിയൊക്കെ കുറവാണ്. എരിയൊക്കെ ഉള്ള കാന്താരിയൊക്കെ ചേർത്താൽ വളരെ സൂപ്പറായിരിക്കും. നാട്ടിലൊക്കെ വീട്ടിൽ സ്ഥിരമായിട്ട് പറമ്പിൽ തന്നെ ചേമ്പൊക്കെ എടുത്ത് ചെയ്യുന്നവർ. അപ്പോൾ നമ്മൾ അരച്ച അരപ്പ് ഞാൻ കുക്കറിൽ വേവിച്ചത് ചട്ടിയിലേക്ക് മാറ്റിയായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒന്ന് തിളച്ച് വന്നപ്പം ഇതും കറിവേപ്പില എല്ലാം ആയിട്ട് ഒരാവി കയറ്റിയതിന് ശേഷം ഇളക്കുവാണ്. ഇനി ഇതിനകത്തൊക്കെ ഞാൻ താളിച്ചൊഴിക്കുകയാണ്, അല്ലെങ്കിൽ ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. ഇതിനകത്ത് ഞാൻ താളിച്ച് ഒരു അസ്ത്രക്കറി പോലെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. ഇതൊക്കെ പഴയ കറികളല്ലേ, മായങ്ങളും ഒന്നുമില്ലാത്ത നല്ല കറികൾ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ തീരുന്നതിന് മുമ്പേ അങ്ങ് പറയുന്നതാണ്. ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ, കമൻ്റ് ഇടണം. അപ്പോൾ നമ്മുടെ കറി ഞാൻ ഒരുപാട് വെള്ളവും ചേർക്കുന്നില്ല, അത്യാവശ്യം കൂട്ടുപോലൊരു കറി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ താളിച്ചും കൂടെ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുവിട്ടു. ഇത് നമ്മുടെ വെളിച്ചെണ്ണ തീരാറായപ്പം മടിയിലെ മട്ടി, അതുകൊണ്ടാണ് അപ്പോൾ അതേ ഇങ്ങനെ വരുന്നത്. കടുവ് പൊട്ടി, ആട്ടിച്ച വെളിച്ചെണ്ണ ഇവിടെ മില്ലിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ടു, ശകലം ഇത് ഉള്ളി അരിഞ്ഞത്, അതിട്ട് മൂത്ത് വരുമ്പോൾ, അതുകൊണ്ടാണ് ഈ പത വരുന്നത്, ആ കക്കൻ അതിൻ്റെ വെളിച്ചെണ്ണയ്ക്കകത്ത്. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ടു, നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തു. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൂട്ടാൻ തയ്യാറായി. അപ്പോൾ നമുക്ക് ലഞ്ച് വിളമ്പാം. അപ്പോൾ അതുപോലെ എന്ന് മോൾക്ക് വേണ്ടി വിളമ്പുക, ട്രെയിനിങ്ങിന് പോകുന്ന മോൾക്ക് വേണ്ടി. അപ്പോൾ ചോറ് ഇടുമ്പോൾ ഇന്ന് അവൾക്ക് ഈ ചേമ്പ് കൂട്ടാനും ചേമ്പും കപ്പയും എല്ലാം ഇട്ട്, കായും എല്ലാം ഇട്ടുള്ള, വാഴക്കായും എല്ലാം ഇട്ടുള്ള ചമ്മന്തി, നാട്ടിലെ ചമ്മന്തി ഉണ്ടല്ലോ, ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇന്നും അമ്മയൊക്കെ പണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ചെയ്തു തരുന്ന കറികളാണ് ഇതൊക്കെ. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ലഞ്ച് എല്ലാം പാക്ക്ഡായി. ഓക്കെ, താങ്ക് യു.